വിനായക് നിർമ്മൽ കഴിഞ്ഞ 35 വർഷക്കാലമായി അക്ഷരങ്ങളിലൂടെ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ. ദൈവത്തിന്റെ കൈവിരലുകൾക്കിടയിലൂടെ ഊർന്നുപോയ എഴുത്തിന്റെ പൊൻവെളിച്ചം ശിരസിൽ പതിഞ്ഞ് എഴുത്തുകാരനായെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾ. കാരണം എഴുത്തിന്റെ പാരമ്പര്യമോ വായനയുടെ വിശാല ലോകമോ ഇല്ലാതെയായിരുന്നു വിനായക് എഴുത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1990-ൽ ദീപനാളം കലാ സാംസ്കാരിക ദേശീയ വാരികയിൽ പ്രസിദ്ധീകരിച്ച ആകാശം നീലയല്ല എന്ന ചെറുകഥയോടെയായിരുന്നു വിനായകിന്റെ എഴുത്ത് ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് സെക്യുലർ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ നിരവധി കഥകളും ലേഖനങ്ങളും നോവലുകളും. 1997-ൽ ആദ്യ പുസ്തകം പുറത്തിറങ്ങി. ജീവൻ ബുക്സ് പുറത്തിറക്കിയ പുതിയ കീർത്തനങ്ങൾ എന്ന നോവലറ്റായിരുന്നു അത്. ഒരു നീണ്ട മൗനത്തിന് ശേഷം 2005-ൽ പുറത്തിറങ്ങിയ 2 പേർക്കിടയിൽ ഒരു പുഴയുണ്ട് എന്ന കൃതിയോടെയാണ് വായനയുടെ ലോകത്ത് വിനായക് ഒരു തരംഗമായി മാറി തുടങ്ങി. കാരണം അന്നുവരെ പരിചയിച്ചു പോന്നിരുന്ന ആത്മീയ സാഹിത്യ ശൈലിയിൽ നിന്ന് അമ്പേ കുതിരയോടിയ ഭാഷയും പ്രതിപാദ്യവും കൊണ്ടാണ് വിനായക് വായനക്കാരെ സ്വന്തമാക്കിയത്. തുടർന്ന് മഴ അപ്പോഴും പെയ്തു തോർന്നിരുന്നില്ല, കടലൊരു പര്യായമാണ്, പുകമഞ്ഞിൽ മറയാത്ത മുഖങ്ങൾ, ശീർഷകമില്ലാത്ത വിചാരങ്ങൾ, പറയാതെ പോകുമ്പോൾ അറിയാതെ പോകുന്നത് എന്നീ കൃതികളിലൂടെ വിനായക് എഴുത്തിന്റെ ഒരു ദ്വീപ് സൃഷ്ടിക്കുകയും വായനക്കാരെ അവിടെ ലബ്ധപ്രതിഷ്ഠരാക്കി മാറ്റുകയും ചെയ്തു. ഈ ലേഖന സമാഹാരങ്ങളുടെ തുടർച്ചയായിരുന്നു പകൽ വരുന്നു രാത്രിയും, സ്നേഹത്തിലേക്കുള്ള കടൽപ്പാലങ്ങൾ, ലലബി, മൗനത്തിന് മുമ്പുള്ള വാക്കുകൾ, വിരൽ തൊട്ടതും ഹൃദയം പറഞ്ഞതും, നനവുള്ള കാറ്റുകൾ, ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ കവിഞ്ഞും എന്നിവ. വീട് പലപ്പോഴും വിനായകന് ഒരു ഒബ്സഷനാണ്. അതുകൊണ്ടാവാം 2 കൃതികളുടെ പേരുകൾ വീടുമായി ബന്ധപ്പെട്ടവയാണ്. വീട്, വീട്ടിൽ നിന്നുള്ള എഴുത്തുകൾ. ദൈവത്തിന്റെ പിതൃബിംബവും മനുഷ്യരുടെ പുത്രബിംബവും ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന സാധാരണക്കാരന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥമെന്ന് നിശ്ചയമായും പറയാൻ കഴിയുന്ന സുന്ദരവും ഹൃദ്യവുമായ കൃതിയാണ് അപ്പനും ദൈവവും. ജീവിതത്തിൽ മനുഷ്യർ അവനവരോടും മറ്റുള്ളവരോടും പുലർത്തേണ്ട അടിസ്ഥാന ഭാവം കരുണയായിരിക്കണമെന്ന ആഴപ്പെട്ട ചിന്തയിൽ നിന്നാണ് കരുണയുടെ പുഴകൾ പിറക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന കൃതികളാണ് ചാറ്റൽ മഴയും പൊൻവെയിലും, ആനിമൽ സ്കൂളും മറ്റു കഥകളും, ചെങ്കനൽ നിറമുള്ള ലില്ലികൾ എന്നിവ. മോട്ടിവേഷണൽ ടോക്കുകളുടെ അതിപ്രസരക്കാലത്ത് അതിനു മുമ്പ് വിനായക് സഞ്ചരിച്ചതിന്റെ ഫലങ്ങളാണ് പ്രസാദവും പ്രമോദവും ഒറ്റച്ചിറകുള്ള പക്ഷികളും പാസ്വേഡും. നിങ്ങളിത് വായിക്കരുത്, നിങ്ങൾക്ക് മരണമില്ലെങ്കിൽ എന്ന പരസ്യവാചകത്തോടെ പുറത്തിറങ്ങിയ മരണത്തെക്കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കൃതി വിനായകിൻ്റെതാണ്. നിദ്ര. വിശുദ്ധരുടെ ജീവചരിത്രങ്ങളുടെ ശ്രേണിയിൽ ഇടം പിടിച്ച ശ്രദ്ധേയ രചനകളാണ് നോവൽ രൂപത്തിൽ എഴുതിയ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ, മറിയം ത്രേസ്യയുടെ ജീവിതകഥയായ ക്രൂശിതന്റെ സ്നേഹിത, ഫ്രാൻസിസ് സേവറിന്റെ ജീവിതം പറയുന്ന കടൽ കടന്നെത്തിയ സ്നേഹം, കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളെക്കുറിച്ച് എഴുതിയ വിശുദ്ധ കുടുംബം, ജോൺ 23-ാമനെ കുറിച്ചുള്ള അവന്റെ പേര് യോഹന്നാൻ എന്നാണ്, പ്രശസ്ത വിശുദ്ധർ, അപരിചിത വിശുദ്ധർ, വിശുദ്ധ രക്തസാക്ഷികൾ, പ്രശസ്തരായ സ്ത്രീ വിശുദ്ധർ, മുറിച്ചിട്ടും തളിർത്ത വൃക്ഷങ്ങൾ, ജോൺ പോളിന്റെ വിശുദ്ധർ, അറിയപ്പെടാത്ത വിശുദ്ധർ, ഞാൻ, റൊമേറോ, വിശുദ്ധ ഓസ്കാർ റൊമേറോ, വിശുദ്ധന്റെ വിശുദ്ധർ എന്നിവ. ഫുൾട്ടൻ ജെ ഷീൻ, മോശ എന്നിവയും ഇതേ ശ്രേണിയിൽപ്പെടുന്നു. മരിയോളജിക്കുള്ള വിനായകിന്റെ സംഭാവനകളാണ് അമ്മ മറിയം, മറിയത്തിന്റെ അത്ഭുതങ്ങൾ എന്നിവ. യൗസേ പിതാവിനെ കുറിച്ച് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ യൗസേപ്പും ഈശോയുടെ അപ്പയും. ഫ്രാൻസിസ് മാർപ്പാപ്പയും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഫ്രാൻസിസ് അന്നും ഇന്നും. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ ആത്മീയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നവയാണ് ഒരു പൂവിതളിന്റെ മഴയഴക്, അവൻ വഴിയരികിൽ കാത്തുനിന്നിരുന്നു, ഫേസ് ഓഫ് ഫെയ്ത്ത് എന്നിവ. സിനിമയും കുടുംബവും തമ്മിലുള്ള പഠനമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫിലിം ആൻഡ് ഫാമിലി. സാഹിത്യ സംബന്ധമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് വാക്ക് കടയുമ്പോൾ. 4 പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. വിളക്ക് വെച്ച് വായിക്കാൻ, ഹൃദയത്തിന്റെ കണ്ണാടികൾ, ഡോൺ ബോസ്കോ കഥകൾ,
ചാരത്തിൽ നിന്ന് ചാരത്തിലേക്ക്. ആദ്യകാല ചെറുകഥകളുടെ സമാഹാരമാണ് ഇടവഴിയിലെ പൂക്കൾ. ദാമ്പത്യ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കുള്ള അന്വേഷണമാണ് എനിക്കും നിനക്കും മധ്യേ, പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും എന്നീ കൃതികൾ. ആദ്യ നോവലറ്റിന് പുറമെയുള്ള നോവലുകളാണ് തൊട്ടാലുലയുന്ന നദികൾ, മോഹവലയം, കിളികൾ കൂടണയുന്ന നേരം, ഒറ്റച്ചിറകിൻ തണലിൽ, അഗ്നിച്ചിറകുള്ള മക്കൾ, വേനൽക്കാടുകൾ, സ്നേഹസീമ, ചില്ല്, മിഥുനം, കാറ്റത്തൊരു കിളിക്കൂട്, ഉത്തമഗീതം, ബ്രിജിത്താവില്ല, ഇരുൾമഴയുടെ കൂടാരത്തിൽ, നിലാവുലഞ്ഞ സന്ധ്യകൾ, ഒരു കുടുംബകഥ കൂടി, സ്നേഹത്തണൽ എന്നിവ. പ്രാർത്ഥനാ വിചാരങ്ങളുടെ സമാഹാരമാണ് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. വിധവകളുടെ ജീവിതത്തിലെ ഇരുട്ടും വെളുപ്പും കാണിച്ചു തരുന്ന വൈധവ്യം പോലൊരു കൃതി മലയാളത്തിൽ മറ്റൊന്നില്ല. വിധവകളുടെ ജീവിതം തന്നെയാണ് പ്രകാശിത വൈധവ്യം പ്രശോഭിത സമൂഹത്തിന് എന്ന കൃതിയിലും ആവിഷ്കരിച്ചിരിക്കുന്നത്. വചനവാക്യങ്ങളുടെ നവവ്യാഖ്യാനങ്ങളാണ് അടയാളവാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ. തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരങ്ങളാണ് നിന്റെ പിറവിക്കായി, മരണം, ഉയർപ്പ്, ജീവിതം എഴുതുമ്പോൾ, ബാക്കി വരുന്നത്, ഓശാന മുതൽ ഉയർപ്പ് വരെ എന്നിവ. ജീവചരിത്ര പട്ടികയിലെ ഇതര ശ്രദ്ധേയ സംഭാവനകളാണ് പച്ച മനുഷ്യൻ, പുഴ പോലൊരു ജീവിതം, കൊച്ചിയിലെ തണൽ വൃക്ഷം, ദൈവം കൊണ്ട് നിറഞ്ഞവൻ, വല്യച്ഛൻ, തിരുഹിതം പോലെ, ഏകാന്തത കൊണ്ട് കൂടാരം തീർത്തവൾ, ഉദ്യാനപാലകൻ. അന്ത്യമണിക്കൂറിന്റെ അടയാളങ്ങൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ ബൈബിൾ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്ന പുസ്തകമാണ്. 101 ചോദ്യങ്ങൾ സാധാരണക്കാരുടെ ആത്മീയ സംശയങ്ങൾക്ക് സാധാരണക്കാരന്റെ ഭാഷയിൽ മറുപടി നൽകുന്ന കൃതിയാണ്. എന്നെ കാത്തു നിൽക്കുന്ന പൂമരങ്ങൾ, രാത്രി മുഴുവൻ മഴയായിരുന്നു, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിവയാണ് ഇതര കൃതികൾ. വിനായകന്റെ ഓരോ കൃതിയും വായനക്കാരനോട് പുതുതായി പറയാൻ എന്തോ ബാക്കി വെക്കുന്നവയാണ്. അതെന്തായാലും ഒരു കാര്യം തീർച്ചയായും പറയാൻ സാധിക്കും. നോവൽ, ചെറുകഥ, ലേഖനം, ആത്മീയം, സാഹിത്യം, സിനിമ, ജീവചരിത്രം, ബാലസാഹിത്യം, വിവർത്തനം, ഇങ്ങനെ വൈവിധ്യം നിറഞ്ഞ സാഹിത്യ മേഖലകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തമായ അടയാളമുദ്ര പതിപ്പിച്ച മറ്റൊരെഴുത്തുകാരനും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് വിനായകന്റെ സവിശേഷതയും.